ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഷോർട്ട് വീഡിയോസിന്റെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഓഡിയോസ് ഈ ഷോർട്ട് വീഡിയോസിന് വേണ്ടി എവിടെ നിന്നാണ് ഓഡിയോസ് എടുക്കുന്നത് എന്നുള്ളതാണ്. 3 ടൈപ്പിൽ നമ്മൾ ഓഡിയോസ് ഷോർട്ട് വീഡിയോസിലേക്ക് ചേർക്കാറുണ്ട്. അത് ഒന്ന് നമ്മുടെ നോർമൽ ഓൺ വോയിസുകളും ആണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്വന്തം മ്യൂസിക്കുകൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ യൂട്യൂബിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത്, വേറൊരാളുടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ യൂസ് ദ സൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് സെയിം വീഡിയോസ് ഞെക്കി പിടിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ അവരുടെ വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോസിലേക്ക് ഓഡിയോ എടുക്കാറുണ്ട്. ഇനി മറ്റൊന്ന്, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മുകളിൽ ആഡ് സോങ്സ് എന്ന് കാണാം. അതായത് ഷോർട്സ് ലൈബ്രറിയിൽ നിന്നും എടുക്കുന്ന ഷോർട്സുകൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇത് മൂന്നും ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ശരി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം, അതായത് നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാറില്ല. നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ വോയിസ് ഉപയോഗിക്കുന്നവരുണ്ടാവും, പുറത്തുനിന്ന് തന്നെ നിങ്ങൾ മ്യൂസിക്കുകൾ ഉണ്ടാക്കിയിട്ട് ഇത് എടുക്കുന്നതുണ്ടാവും, വിത്തൗട്ട് കോപ്പിറൈറ്റ് മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓഡിയോ എടുക്കുമ്പോൾ അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. എങ്കിലും പലരും പുറത്തുനിന്ന് സെയിം സോങ് യൂട്യൂബിൽ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് സെയിം സോങ് പുറത്തുനിന്ന് എടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും ഏത് ആപ്പിൽ നിന്നായാലും സെയിം സോങ് തന്നെയല്ലേ യൂട്യൂബിലുള്ളത്, കോപ്പിറൈറ്റ് വരില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടാവരുത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, മറ്റുള്ളവരുടെ ഒരു വീഡിയോയിലെ ഓഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിന്റെ മുകളിൽ ഞെക്കിയിട്ട് നമ്മൾ ഓഡിയോ എടുക്കുന്ന ഒരു രീതി, ഇത് പലപ്പോഴും വളരെ അപകടം പിടിച്ചൊരു ഇതാണ് എന്നുള്ളതാണ്. കാരണം ആ എടുക്കുന്ന ഓഡിയോ കോപ്പിറൈറ്റ് ഉള്ളതാണോ വിത്തൗട്ട് കോപ്പിറൈറ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അതിന്റെ റൂൾസ് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇനി ഞാൻ പറയുന്നത് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ്. ഇതാണ് യൂട്യൂബിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ലൈബ്രറിയിൽ നിന്നും, മനസ്സിലാകാൻ വേണ്ടി പറയുന്നു, മുകളിൽ ആഡ് സോങ്സ് എന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിക്കില്ലേ, അവിടെ നിന്ന് എടുക്കലാണ് സേഫ്റ്റി എന്നാണ് ഗൂഗിൾ പറയുന്നത്. കാരണം അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് എന്നുള്ള പ്രശ്നം വരുന്നില്ല. ഈ മറ്റു ഉള്ളവരുടെ വീഡിയോസ് നമ്മൾ നോക്കി ഞെക്കി പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് അത് കോപ്പിറൈറ്റ് ഉണ്ടോ എന്നും, അല്ലെങ്കിൽ അവർക്ക് ആ ഓഡിയോ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഓഡിയോ എടുക്കുമ്പോൾ ആ ഓഡിയോ പലപ്പോഴും പല ഓഡിയോകളും ഈ ലൈബ്രറിയിൽ കിട്ടാതെ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഓഡിയോ എടുക്കുമ്പോൾ ആ ഓഡിയോ സൂക്ഷ്മമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഒന്ന്. 2, ഓൾമോസ്റ്റ് സോങ്സുകൾ ഇതിലുണ്ടാവും. എങ്ങനെയാലും നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ലൈബ്രറിയിൽ നിന്നുമാണ് നിങ്ങൾ നിങ്ങളുടെ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള ഓഡിയോ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായി തോന്നി. പലരും ഇപ്പോഴും പുറത്തുനിന്ന് സോങ്സ് എടുത്തുകൊണ്ട് ഷോർട്സ്, നമുക്ക് ഈ ചാനൽ ചെക്കിങ്ങിനൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഇപ്പോഴും സോങ്സ് എടുത്തിടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്രയും നിരവധി ടെക് ചാനലുകളും മറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നത് ഈ കാര്യം തന്നെയാണ്. എങ്കിലും പലപ്പോഴും ഈ ഒരു റൂൾസ് ഫോളോ ചെയ്യാത്ത പലരെയും ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒന്നുകൂടെ ഇത് ചെയ്ത് കളയാമെന്ന് കരുതിയത്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് എഡിറ്റിംഗ് ഗ്രൂപ്പ്, ഇങ്ങനെ 2 ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അത് സ്റ്റാർട്ട് ആവുന്നത് ഈ ഏപ്രിൽ മാസം 20-ാം തീയതിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൈൻ മാസ്റ്റർ, അതുപോലെ തന്നെ ഇൻഷോട്ട്, അങ്ങനെ കുറച്ച് ആപ്പുകൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് 2-3 ആപ്പുകൾ വെച്ച് എഡിറ്റിംഗ് പഠിപ്പിക്കുക എന്നുള്ള ഒരു മാസത്തെ ഒരു കോഴ്സാണ് ഒന്ന്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ റൂൾസുകളും യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കേണ്ടത്, യൂട്യൂബിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ. 50 ദിവസത്തെ കോഴ്സാണത്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ഒരിക്കൽ കൂടി പറയുന്നു. ഈ ഗ്രൂപ്പ് ഒരിക്കലും നിങ്ങൾക്ക് പരസ്പരം സബ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് കണ്ടിട്ട് വാച്ചിങ് അവർ കൂട്ടാനോ ഉള്ള ഒരു ഗ്രൂപ്പേ അല്ല. ഇത് ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസ് എന്നുള്ള നിലക്കുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. 50 ദിവസത്തെ കോഴ്സാണ്. ആ 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് പറയാറുള്ളത്. നമ്മുടെ കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് ഇവിടെ ഈ 19-ാം തീയതി അവസാനിക്കുകയാണ്. ഇപ്പൊ 20-ാം തീയതി പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ആവുന്നു.
അപ്പോൾ നമ്മുടെ പഴയ ഗ്രൂപ്പിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ആളുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, അവരോടൊക്കെ ചോദിക്കുക നിങ്ങളുടെ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും യൂട്യൂബിന്റെ A to Z കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഈ 50 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക എന്നുള്ള ഒരു സംഭവം കൂടെ ഇതിൽ വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഇങ്ങനെ 2 എഡിറ്റിംഗ് ക്ലാസ്, ഇനിയിപ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ച് ABCD അറിയാത്തവർക്ക് എഡിറ്റിംഗ് ക്ലാസ്സിലും ചേരാം. ഇത് രണ്ടിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം. ഇതൊരു ചെറിയ പെയ്ഡ് സർവീസ് ആണ്. നമ്മുടെ കഴിഞ്ഞ വർക്കൊക്കെ നമ്മളിത് ഫ്രീ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ എഡിറ്റിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ഈ യൂട്യൂബ് കോഴ്സും രണ്ടും ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ പെയ്ഡ് സർവീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.